കേരളം കാത്തിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതിയായിരിക്കുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടക്കം പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് നടക്കും എന്നുള്ള കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചില ആശങ്കകളും അനിശ്ചിതത്വമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മാറി ഇപ്പോൾ ഗുജറാത്ത്, കേരള, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ എന്ന് പറയപ്പെടുന്ന എന്നീ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ ജൂൺ 19 നടക്കുമെന്ന് ഔദ്യോഗികമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനോടകം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. PV അൻവർ രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ആകാംക്ഷയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് CPM-നും വളരെ നിർണായകമാണ്. CPM-നെ അങ്ങേയറ്റം പിന്തുണച്ച PV അൻവർ സ്വതന്ത്രനായി മത്സരിച്ച നിലമ്പൂരിൽ സ്വാഭാവികമായും ആർക്ക് ക്ലാസ്, ആർക്ക് മേൽക്കൈ എന്നടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിന് വലിയ ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് പിന്നീട് CPM-മായി തെറ്റിപ്പിരിഞ്ഞ് മുഖ്യമന്ത്രി അടക്കം പരസ്യമായി കുറ്റം പറഞ്ഞ, പരസ്യമായി വെല്ലുവിളിച്ച നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ, ആ PV അൻവറിന്റെ മണ്ഡലം, PV അൻവറിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ആർക്ക് മേൽക്കൈ, ആരായിരിക്കും ഇനി അവിടെ MLA ആവുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ വലിയ 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 രാഷ്ട്രീയ ആകാംക്ഷകളുണ്ട്. മാത്രവുമല്ല ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ UDF-ൽ തർക്കങ്ങളുണ്ട്. LDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ CPM-നെ സംബന്ധിച്ച് അവിടെ ആര് സ്ഥാനാർത്ഥിയാകണമെന്നുള്ള കാര്യം UDF കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ച ശേഷം മാത്രം തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു. രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വലിയ പ്രസക്തിയുള്ള നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തീയതിയായിരിക്കുന്നു.